എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിട്ട് വലിഞ്ഞവർ വന്നാണെങ്കിലോ? എവിടെയാ നിന്റെ വീട്? പാലക്കാട്. പാലക്കാട് എവിടെ? കണ്ടകപ്പുറത്ത്. കണ്ടവന്റെ പുറത്ത്? കണ്ടവന്റെ പുറത്തല്ല, കണ്ടകപ്പുറത്ത്. ഓ, കല്യാണം കഴിഞ്ഞാണോ? എന്നെ കണ്ട അങ്ങനെ തോന്നുന്നു. ഹലോ, ഡോക്ടർ അല്ലേ? അതെ, ഡോക്ടറാണ്. ആ ഡോക്ടർ, എന്റെ ഭർത്താവിന് കാര്യമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ട്. നിങ്ങൾ അസുഖം എന്താണെന്ന് പറയേ. മൂപ്പര് ഉറക്കത്തിൽ നിർത്താതെ സംസാരിച്ചുകൊണ്ടിരിക്കുക. കുറേ ദിവസമായി ഇത് തുടങ്ങിയിട്ട്. ഇതിപ്പോ നിർത്താൻ എന്താ ചെയ്യാ? ഇത് മാറ്റാൻ സുന്ദരി, സുന്ദരൻ, കാമുകി, കാമുകൻ, വഞ്ചകി, വഞ്ചകൻ, കുമാരി, കുമാരൻ, ശ്രീമതി, ശ്രീമാൻ, പണക്കാരി, പണക്കാരൻ, അഹങ്കാരി. അഹങ്കാരി. ഇതാ പറയുന്ന ആണുങ്ങൾക്ക് അഹങ്കാരം. അമ്മേ, ഞാൻ കളിക്കാൻ പോയപ്പോഴേ എന്റെ കൂട്ടുകാരൻ വലിയ തള്ളല്. മോന്റെ അവിടെ ഏറ്റവും വലിയ സുന്ദരി എന്റെ അമ്മയാണെന്ന്. എന്നിട്ട് നീ എന്താ പറഞ്ഞേ? ഞാനും വിട്ടുകൊടുത്തില്ല. ഞാൻ പറഞ്ഞു അതിനെക്കാട്ടും വലിയ സുന്ദരിയാണ് എന്റെ അമ്മ. അതല്ലേലും അങ്ങനെ തന്നെയാണല്ലോ. അപ്പൊ ഒന്നൂടെ വരാൻ നോക്ക്. അപ്പൊ ഞാൻ പറഞ്ഞു ഇപ്പൊ വന്നാൽ ശരിയാവൂല, നാളെ രാവിലെ അമ്മ ഓഫീസിൽ പോകാൻ ഒരുങ്ങും, അപ്പൊ വന്നാ മതി. അമ്മേ, നാളെ രാവിലെ നല്ലോണം പൗഡർ. ഞാനൊരു കാര്യം ചോദിച്ചാ നീ സത്യം പറയണം. ഇവിടെ ആരെങ്കിലും ഒരാൾ സത്യം പറയണ്ടേ? ഞാൻ സത്യം പറയും. നമ്മളെ കല്യാണം കഴിഞ്ഞിട്ട് 17 കൊല്ലമായില്ലേ? ഈ 17 കൊല്ലത്തെ ജീവിതാനുഭവം വെച്ചിട്ട് എന്നെ പറ്റി എന്താണ് നിനക്ക് പറയാൻ? ഒറ്റ വാക്കി പറയണോ, ഇച്ചിരി വിശദമായിട്ട് പറയണോ? നീ പറയേ, നിന്റെ ഉള്ളിൽ എന്താണെന്നുള്ളതൊന്ന് പറയേ. 17 കൊല്ലമായി. ഭയങ്കര ബോറായിരുന്നു. ജീവപര്യന്താണെങ്കിൽ കൂടി 14 വർഷം ഉണ്ടായിട്ടുണ്ടാവുള്ളൂ. ഇതിപ്പോൾ കൊല്ലം 17ആയി. എക്സ്ട്രാ 3 കൊല്ലമാണ് ഞാൻ തടവ് അനുഭവിക്കുന്നത്. ഇപ്പം ഞാൻ ജീവപര്യന്താണെങ്കിൽ പണ്ടേ ഫ്രീ ആയിട്ട് ഇതിലൊക്കെ നടക്കുമായിരുന്നു. ഓ, അത് ശരി. അതെ, അപ്പം അതാണ് നിന്റെ കാഴ്ചപ്പാട്. അതെ. നമ്മളീ പറഞ്ഞില്ലേ, നമ്മൾ പണം ഉണ്ടാക്കുന്ന ഒരു മെഷീൻ, അതിങ്ങനെ കുടുംബത്തിന് ചിലവാക്കുക, എന്നിട്ട് അവരുടെയൊക്കെ നല്ല ഇടിയാൻ തരും. ആ കഴുത്തി കിടക്കുന്ന എന്തോന്ന്? അതിന്റെ അറ്റത്ത് തൂങ്ങി കിടക്കുന്ന എന്തോന്ന്? അത് ആര് കെട്ടിയത്? ആ ബോധം ഉണ്ടോ നിനക്ക്? എനിക്കറിയാൻ വയ്യാട്ട്. എന്താ ഇവിടെ ഇരിക്കുന്നു? പടിഞ്ഞാറന്നേ നല്ല കാറ്റ്. പടിഞ്ഞാറത്തെ കാറ്റേ അവളുടെ വീട്ടിൽ പോയി. നീ തെക്കുന്നോ? ഞങ്ങളെ സ്ത്രീകളൊക്കെ കല്യാണം കഴിഞ്ഞു അറിയിക്കാൻ എന്തൊക്കെ ഉണ്ടെന്നറിയോ? താലിമാല, കുങ്കുമം. നിങ്ങൾ ആണുങ്ങൾക്ക് എന്താ? നമ്മള് കല്യാണം കഴിഞ്ഞു എന്ന് അറിയാനായിട്ട് ഈ ഒരു ലക്ഷണം വേണ്ട. ചേട്ടി, ഭാര്യക്ക ഭർത്താവിനാ ധൈര്യം കൂടുതല്. ഇക്ക, നിങ്ങളെന്നെ പെണ്ണാണാൻ വന്ന എത്ര ആളെ കൂട്ടിട്ടാ? 4 ആളെ. കല്യാണത്തിനോ? 100 ആളെ കൂട്ടിട്ട്. എന്നാലേ ഞാൻ ഇങ്ങനെ പെരേക്ക് വന്നു. എന്റെ അമ്മ എന്നോട് പറഞ്ഞതാ, നിങ്ങളെ കെട്ടല്ലേ 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 എന്ന്. സത്യമായിട്ടും? ആ, സത്യമായിട്ടും നിന്റെ അമ്മ എങ്ങനെ പറഞ്ഞു? പറഞ്ഞതാ. അപ്പൊ ആ സ്ത്രീക്ക് എന്നോട് എന്തുമാത്രം സ്നേഹം ഉണ്ടായിരുന്നു. കെട്ടിക്കൊടുന്നപ്പോ എന്തായിരുന്നു? പാല്, തേന്, ചക്കര. ഇപ്പൊ നിങ്ങൾക്ക് ഇങ്ങോട്ട് ഒരു സ്നേഹമില്ല. അന്ന കെട്ടുമ്പോ വില അല്ലപ്പ പാലിനും തേനും ചക്കരക്കൊന്നും. അത് കൂടാതെ തന്നെ 3 എണ്ണത്തിനെ പെറും ചെയ്തു. ഞാൻ അന്യം കൊഞ്ചിച്ച് ഇവിടെ കെട്ടിപ്പൊടിച്ചിരുന്നേ. ഹലോ, ഇത് കസ്റ്റമർ കെയർ അല്ലേ? മേഡം, ഞാൻ എന്ത് സഹായമാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടത്? 3 മണിക്കൂറായിട്ട് എന്റെ നെറ്റ് വർക്ക് ചെയ്യുന്നില്ല. ഞാൻ എന്താ ചെയ്യണ്ടേ? 3 മണിക്കൂറായിട്ട് നിങ്ങളുടെ നെറ്റ് ശരിയല്ലേ? ഓക്കെ, എന്നാ മേഡം പോയി വീട്ടിലെന്തെങ്കിലും ജോലി ചെയ്യുന്നു. ചേട്ടൻ പെട്ടെന്ന് കോയമ്പത്തൂർക്ക് പോയി. ഞാൻ വന്നതിന് ശേഷം എന്താണ് കോയമ്പത്തൂര്? അപ്പച്ചിയുടെ മോന്റെ വെല്ലിച്ചിന്റെ പ്രസവം. വലിയ പ്രസവിക്കോ? അല്ല, വെല്ലിച്ചിന്റെ അമ്മൂമ്മയുടെ പ്രസവം. അമ്മൂമ്മയുടെ പ്രസവം? അയ്യോ അല്ല, അമ്മൂമ്മയുടെ മോളുടെ. എപ്പോഴാ വരാഞ്ഞ്?